ഗായ്സ്, അപ്പോൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൊച്ചി പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒരു കൊച്ചി പോയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർ 1 ഇയർ. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു വീടെടുത്തിട്ടായിരുന്നു, ഞങ്ങൾ 4 പേര് ഒരു വീടെടുത്തിട്ടായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ സെയിം വീട്ടിലേക്കായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂംമേറ്റ്സ് ആരും തന്നെ അവിടെ ബാലൻസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ റൂംമേറ്റ് എൻ്റെ ബെഡ്മേറ്റ് മാത്രമായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ സുബുവിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ കണ്ടോ, ഇതാണ് എൻ്റെ റൂംമേറ്റ് സുബു. ആക്ച്വലി ഒരു പോളി മെമ്പർ ആട്ടോ. ഷീസ് ആക്ച്വലി സിസ്റ്റർ ഫോർ മീ, ലൈക്ക് ഒരു ചേച്ചിയാണ്. പക്ഷേ അങ്ങനത്തെ വൈബും അങ്ങനത്തെ ഒരു ഇതും ഞങ്ങൾ തമ്മിലില്ല. വി ആർ ലൈക്ക് ചിൽ ബഡീസ്. സോ സുബുവിൻ്റെ വക ട്രീറ്റ് ആയിരുന്നു കേട്ടോ നമുക്കന്ന്. ആൻഡ് അതിന് ശേഷം ഞങ്ങൾ പെരിയൊക്കെ കഴിച്ചു. ഞാനവിടെ വന്നിട്ട് കുറേ അടിപൊളി ഫുഡ് സ്പോട്ടൊക്കെ വന്നിട്ടുണ്ട് കൊച്ചിയിൽ. ബട്ട് എനിവേ നമുക്കപ്പോൾ നല്ല ഇടുക്കിയിൽ മോക്കുമായി അതേപോലെ ഞങ്ങൾ കുറേ നടന്ന് കുറേ അടിപൊളിയായിട്ട് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തൊരു ഡേ ആയിരുന്നു അന്ന്. ഐ ഷുഡ് താങ്ക് സുബു ഫോർ ദാറ്റ്. ബിക്കോസ് പുള്ളിക്കാരത്തി അന്ന് നൈറ്റ് തന്നെ ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ലേറ്റ് നൈറ്റായിട്ട് ഞങ്ങൾ റൂമിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുതിയൊരു സാധനം കണ്ടുപിടിച്ച് പറിച്ചു. വെരി ബാഡ്, പക്ഷെ വി ക്യാൻ അഡ്ജസ്റ്റ്. ഇതാണോ ഈ ഷാമ്പൂവിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്തോ അത് കണ്ടപ്പോൾ പറിക്കണം എന്ന് തോന്നി പറിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അതിനുശേഷം ഞങ്ങൾ നടന്നു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ റൂമുള്ളത് പാലരിവട്ടാണ്. ഐ മീൻ മാമംഗലം നമ്മുടെ പള്ളിയിൽ, അതിൻ്റെ അങ്ങോട്ട് പോകണം. പക്ഷേ ഞങ്ങൾ ജയിലിൽ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് തളർന്ന് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. പാലാരിവട്ടം SBI ATM മുന്നാണ്. ATM ഓഫീസൊക്കെ ഉണ്ട്. ATMന്റെ മുന്നിൽ. And it is 12 o'clock, guys. It's 12 o'clock. സോ ഐ ഗെസ് അന്ന് തന്നെ അറൗണ്ട് നമ്മളൊരു അത്യാവശ്യം നല്ല രീതിക്ക് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നടന്ന് കിലോമീറ്റേഴ്സ് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തേരാപ്പര നടക്കുന്നല്ലാണ്ട് വേറെ ഒരു പരിപാടി നമുക്കില്ല. നമ്മൾ കൊച്ചി പോയാൽ കഴിഞ്ഞാൽ തന്നെ ഒട്ടും ഉറക്കമോ ക്ഷീണമോ ഒന്നും നമ്മൾ അറിയില്ല. സോ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമുക്കൊരു പരിപാടിക്ക് വേണ്ടി പോകേണ്ടതുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാനും സിസ്റ്ററും കൂടെ പോയി. സോ ഞങ്ങൾ പോയി MG റോഡ് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ പോയി. സോ ഇതൊക്കെ ഭയങ്കര അടിപൊളി സ്പോട്ടല്ലേ. ഈ ഒരു സ്പോട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ ആയിരുന്നു പോയിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നത്. സോ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് പോയത് പിന്നെ ലുലുവിലേക്കാണ്. അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിൽ രസമലായി വാസ് ലൈക്ക് ദി ഹൈലൈറ്റ് ഓഫ് ഫുഡ് ഓർ മീൽ. ആൻഡ് അതിനുശേഷം ഷോപ്പിംഗ് പരിപാടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ലുലു കറങ്ങി. ഐ ഗെസ് പിന്നെ ഒന്ന് വെസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് കയറി. അങ്ങനെ 1-2 പരിപാടീസൊക്കെ ഒന്ന് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഫാഷൻ സ്റ്റോറിൽ നിന്നൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. ആൻഡ് ദെൻ ബാക്ക് ലേറ്റർ ഓൺ വി ജസ്റ്റ് കെയിം ബാക്ക് ടു അവർ ഹോം. അപ്പോൾ ഇറ്റ്സ് ദ ലാസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു ലീവ് ദിസ് പ്ലേസ്, ദിസ് ഹോം. ഭയങ്കര ഇമോഷണൽ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല രീതിക്ക് ഇമോഷണലാണ്. കാരണം ഭയങ്കര സെൻറ്റിമെൻ്റലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീടിനോട്. ഐ ഡോണ്ട് നോ വൈ. ഇപ്പോൾ ഈ ഒരു സ്പേസ് ലീവ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ്. ഇനി ഇങ്ങോട്ടേക്കൊരു വരവ് എന്തായാലും ഉണ്ടാവില്ല. ഐ നെവർ തോട്ട് ഐ വുഡ് കം ടു ദിസ് പ്ലേസ് അഗെയിൻ ആഫ്റ്റർ 1 ഇയർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മെയ്ഡ് മീ ടു കം ഹിയർ. അപ്പം ലൈക്ക് ഇനി എനിക്കറിയില്ല. ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ്. ലൈക്ക് ഇനി ഞാൻ വരുമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ വരില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ ഐ വോണ്ട് ബി കമ്മിങ്. ബട്ട് അതുകൊണ്ട് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് വീടിൻ്റെ കുറച്ച് മെമ്മറീസൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തു എന്നേ ഉള്ളൂ. യെസ്, സോ ദിസ് വാസ് മൈ ഹോം, മൈ സെക്കൻഡ് ഹോം ഐ വുഡ് സേ, വേർ ലൈക്ക് കുറേ പഠിച്ചതും കുറേ എന്നെ പഠിപ്പിച്ചതും ലൈഫ് എന്താണെന്ന് ഞാൻ അറിഞ്ഞതൊക്കെ ഈ ഒരു പ്ലേസിൽ നിന്നാണെന്ന് തന്നെ പറയാം. സോ ഐ വിൽ മിസ് ദിസ് പ്ലേസ്. ഞാൻ ആക്ച്വലി സെൻറ്റിമെൻ്റൽ ആവുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷേ ആക്ച്വലി ദാറ്റ് ഇസ് ദ ട്രൂത്ത്. വേർ കൊച്ചി ലൈഫ് എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇതാണ് ഞാൻ പണ്ട് നിന്നിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ വീട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട.
ഇതൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ അധികം ആരും സ്റ്റേ ചെയ്യില്ല. ഇപ്പോൾ ഇതായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്ന റൂം. ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അഴലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് വാസ് മൈ ഹെവൻ എന്ന് തന്നെ പറയാം, ഈ ഒരു ലിറ്റിൽ റൂം. സോ ദ പ്ലേസ് ഈസ് ആക്ച്വലി ബിറ്റ് മെസ്ഡ് അപ്പ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അവിടെ അധികം ആരും ഇല്ല ഇപ്പം. സോ ദാറ്റ്സ് ദ ടൈം ടു ബൈ ബൈ. ലാസ്റ്റത്തെ കൊച്ചി വരവല്ല. സോ നമ്മൾ ബൈ ഒരു 8 സംതിങ് ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് വി ആർ ഹാവിങ് ബസ് ബൈ 9:45. ഞാൻ യൂഷ്വലി എപ്പോഴും നാട്ടിലേക്ക് വരുന്ന ബസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ച് നമ്മൾ ഇറങ്ങി. അതിനുശേഷം നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് സെൻട്രൽ സ്ക്വയർ മാളിൽ പോവാം എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ മെട്രോ എടുത്തിട്ട് നമ്മൾ മഹാരാജാസിലിറങ്ങി. അവിടെ നിന്ന് മാളിലേക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. സോ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ പോയിട്ടാണെങ്കിലും എനിക്ക് R&Bയിലൊക്കെ ഒന്ന് കയറേണ്ടിണ്ടായിരുന്നു. ആൻഡ് ദ മെയിൻ ഹൈലൈറ്റ് വാസ് ഞാൻ ഹെൽത്ത് ആൻഡ് ഗ്ലോൻ്റെ ഒരു ലിപ്സ്റ്റിക് മേടിച്ചപ്പോഴത്തേക്കും അവർക്ക് ഒരെണ്ണം ഫ്രീ കിട്ടി ഗൈസ്. സോ ഐ വാസ് വെരി ഹാപ്പി. അതിൻ്റെ ലിപ് ഷെയ്ഡാണ് ഈ ഞാൻ പ്രസൻറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അത്രത്തോളം എനിക്കിഷ്ടമാണ് ഹെൽത്ത് ആൻഡ് ഗ്ലോ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്. സോ അതിനുശേഷം ഇറ്റ് വാസ് ദ ടൈം ടു ലീവ്. സോ നമ്മളൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വി ജസ്റ്റ് തോട്ട് പോകാം എന്നുള്ളത്. ആൻഡ് യാ, സോ അവിടുന്ന് നൈസായിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടീസൊക്കെ ആയിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു എന്ന് തോന്നുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുന്ന് നമ്മൾ ഓട്ടോ എടുത്തിട്ട് വി ജസ്റ്റ് വെൻറ്റ് ടു സൗത്ത്, നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് പോയി. ആൻഡ് ബൈ ഒരു 9:45 ഒക്കെ കറക്റ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ബസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 9:40 തോന്നുന്നു ഞങ്ങളവിടെ എത്തിയത്. സോ കറക്റ്റ് ഷാർപ്പ് ഞങ്ങൾക്ക് ബസ് കിട്ടുകയും ചെയ്തു. സോ അത്രയ്ക്കേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ വെറുപ്പിക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വ്ളോഗൊക്കെ ഇട്ടിട്ടുള്ളതാണ്. സോ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സോ ബൈ ബൈ.